So, do you actually believe that നിങ്ങൾ കൂടുതൽ സ്വെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫാറ്റ് ലോസ് ചെയ്യുകയാണെന്ന്? ആ ഒരു കോൺസെപ്റ്റ് കളയേണ്ട ടൈമായി. ടു ബി ഓണസ്റ്റ്, it's a big myth that is still going around in our gym community. So hey guys, welcome back to Sandoscope. So in this video, we'll be covering in detail about this topic. Does extreme sweating means fat loss? So as usual, കാര്യങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഫസ്റ്റ് we will get into detail about what is actually sweating. എന്താണ് sweating? എന്തിനാ ബോഡി സ്വെറ്റ് ചെയ്യുന്നത്? What is the components inside it? And second thing is, നമ്മൾ ഈ myth break ചെയ്യാൻ വേണ്ടി കുറച്ച് റിസർച്ചസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ആൻഡ് തേർഡ് സെഷനിൽ എന്തുകൊണ്ടാണ് സ്വെറ്റിംഗ് ഈസ് നോട്ട് ഈക്വൽ ടു ഫാറ്റ് ലോസ് എന്ന കാര്യത്തിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. And in the final session, we will give a proper summary of all the things we have learned and a proper conclusion for this video. So, let's get into our video. So the first part, what is actually sweat? So, നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന ഈ sweat is actually made up of water, electrolytes and mainly salt. So, നമ്മൾ സ്വെറ്റ് ചെയ്യുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഒരു ബേസിക് ടെമ്പറേച്ചർ ഉണ്ട്. ദാറ്റ് ഈസ് 36.1 degrees Celsius to 37.2 degrees Celsius. സോ ഈ ഒരു ടെമ്പറേച്ചറിൽ നമ്മുടെ ബോഡി എപ്പോഴെങ്കിലും ഫ്ലക്ച്വേറ്റ് ചെയ്യുവാണെങ്കിൽ, ലൈക്ക് ബിക്കോസ് ഓഫ് അവർ സറൗണ്ടിങ്സ് ഓർ അവർ ക്ലോത്തിങ്സ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് കാരണം ഈ ടെമ്പറേച്ചറിൽ നിന്ന് എപ്പോഴെങ്കിലും നമ്മുടെ ബോഡി ഫ്ലക്ച്വേറ്റ് ചെയ്യുവാണെങ്കിൽ അവർ ബോഡി വിൽ ബി ട്രൈങ് ഇറ്റ്സ് ലെവൽ ബെസ്റ്റ് ടു ബ്രിങ് ബാക്ക് ടു ഇറ്റ്സ് നോർമൽ ബോഡി ടെമ്പറേച്ചർ. ഫോർ എൻ എക്സാമ്പിൾ, നിങ്ങൾ എക്സ്ട്രീം ലെവലിൽ സ്വെറ്റ് ചെയ്യേണ്ട റീസൺ, ലൈക്ക് ഇഫ് യു ആർ ഡൂയിങ് എൻ എക്സ്ട്രീം വർക്കൗട്ട് ഓർ നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ടെമ്പറേച്ചർ വളരെയധികം കൂടുതലാണ്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡി കവർ ചെയ്തിട്ടുള്ള വാം ക്ലോത്ത്സ് നിങ്ങൾ ഇടുവാണ്. സോ ആ ഒരു ടൈമിൽ നമ്മളെ ബോഡി ടെമ്പറേച്ചർ ഓഫ് കോഴ്സ് റൈസ് ആവും. സോ അത് നോർമലാക്കാൻ വേണ്ടി നമ്മളെ ബോഡിയിൽ നിന്ന് ഹൈപ്പോതലാമസ് വിൽ ബി സ്റ്റിമുലേറ്റിംഗ് അവർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് അത് വെച്ചിട്ട് നമ്മൾ സ്വെറ്റ് ഗ്ലാൻഡ്സിൽ നിന്ന് സ്വെറ്റ് റിലീസ് ചെയ്യും. സോ ആസ് ഐ ടോൾ, നമ്മുടെ സ്വെറ്റിൽ മെയിൻ സംഭവം വാട്ടർ. സോ നമ്മൾ ബോഡി മൊത്തം വാട്ടർ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ആ വാട്ടർ നമ്മുടെ ബോഡി സർഫസിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്യും. സോ അങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡീൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് നോർമൽ ബേസിക് ബോഡി ടെമ്പറേച്ചറിലേക്ക് തിരിച്ചു വരും. ആൻഡ് ദ സെയിം ടൈം, സപ്പോസ് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ വളരെയധികം കുറഞ്ഞു, ലൈക്ക് നിങ്ങൾ എക്സ്ട്രീം കോൾഡ് ലൊക്കേഷനിൽ പോവാണ് ഓർ എൽസ് യു ആർ ഗെറ്റിംഗ് കോൺടാക്ട് വിത്ത് എ വെരി കോൾഡ് ഒബ്ജക്റ്റ്. സോ ആ ടൈം നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ വളരെയധികം കുറയും നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന്. സോ നമ്മുടെ ബോഡിക്ക് നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി വി വിൽ ബി ട്രൈങ് അവർ ലെവൽ ബെസ്റ്റ് ടു ഡു മാക്സിമം ഷിവറിങ്. സോ നമ്മൾ ഷിവർ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി മാക്സിമം എനർജി റിലീസ് ചെയ്യും. ദാറ്റ് എനർജി വിൽ ബി റിലീസിങ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അങ്ങനെ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ റൈസ് ആയിട്ട് നോർമൽ ബോഡി ടെമ്പറേച്ചറിലേക്ക് തിരിച്ചു വരും. സോ ഇതാണ് ആക്ച്വലി നമ്മുടെ ബോഡിയുടെ ബേസിക് മെക്കാനിസം ഓഫ് മെയിൻറ്റെയിനിങ് അവർ ബോഡി ടെമ്പറേച്ചർ. സോ സ്വെറ്റിംഗ് ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. സോ ദെൻ വാട്ട് ആക്ച്വലി കോസസ് ഫാറ്റ് ലോസ്? നമുക്കറിയാം, ഫാറ്റ് എന്ന് പറയുന്ന ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. നമ്മൾ ബോഡിയിൽ ആവശ്യത്തിന് കൂടുതൽ ഫാറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി ആ ഫാറ്റ് കളയത്തില്ല. ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻസൈഡ് അവർ ബോഡി ഇൻ ദ ഫോം ഓഫ് ട്രൈഗ്ലിസറൈഡ്സ്. സോ ഈ ട്രൈഗ്ലിസറൈഡ്സ് ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ച്വലി ഫാറ്റ് ലോസ് ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ലൈപ്പോളൈസിസ്. സോ എങ്ങനെയാണ് നമുക്ക് ലൈപ്പോളൈസിസ് വരുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഷുഡ് ബി ഇൻ എ കാലറി ഡെഫിസിറ്റ്. സോ നിങ്ങൾ കാലറി ഡെഫിസിറ്റിൽ പോകാൻ വേണ്ടി എപ്പോഴും പറയുന്ന പോലെ രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് എക്സ്ട്രീം ലെവലിൽ കാലറി ബേൺ ചെയ്യാം വർക്കൗട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റിൽ നിന്ന് കാലറി റെസ്ട്രിക്റ്റ് ചെയ്യാം. സോ ഈ രണ്ട് മെത്തേഡ് വഴി നിങ്ങൾ കാലറി ഡെഫിസിറ്റിൽ പോകുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു എ സ്റ്റേറ്റ് ഓഫ് ലൈപ്പോലൈസിസ് ആൻഡ് നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ്സ് ബ്രേക്ക് ആയിട്ട് ഫ്രീ ഫാറ്റി ആസിഡ് റിലീസ് ചെയ്ത് നിങ്ങളുടെ ബോഡി ഫാറ്റ് കുറയും. സോ ദിസ് ഈസ് ദ ആക്ച്വൽ മെത്തേഡ് ഓഫ് ഫാറ്റ് ലോസ്. അല്ലാതെ സ്വെറ്റിംഗ്, ആസ് ഐ ടോൾഡ്, ഈസ് ജസ്റ്റ് ദ മെക്കാനിസം ഓഫ് എ ബോഡി ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് നോർമൽ ബോഡി ടെമ്പറേച്ചർ. So coming to our second section, that is ഞാൻ പറഞ്ഞ പോലെ giving you guys a proper scientific evidence based on the results which were found while doing the researches. So the first research which we are going to explain. So in this research ടോട്ടൽ ഒരു 6 മെയിൽസും അതുപോലെ തന്നെ 3 ഫീമെയിൽസിനെ സെലക്ട് ചെയ്ത്. ഇവരെല്ലാവർക്കും ഒരു 18 to 24 years ഓഫ് ഏജ് ഉണ്ടായിരുന്നു. ആൻഡ് അവർ ബോഡി ഫാറ്റ് വാസ് റേഞ്ചിങ് ഫ്രം 7.4 to 42%. സോ ഒരു ആവറേജ് നോക്കുവാണെങ്കിൽ 18% ബോഡി ഫാറ്റുള്ള ഇൻഡിവിജ്വൽസിനാണ് ഇവർ റിസർച്ചിൽ യൂസ് ചെയ്തത്. സോ ഇവരുടെ ബേസിക് റിസർച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ആൾക്കാരെയും ബോഡി ടെമ്പറേച്ചർ ഫസ്റ്റ് നോർമൽ ആക്കാൻ ട്രൈ ചെയ്തു. അവരെ കൊണ്ടൊരു 45 minutes ഇൻറ്റൻസ് സൈക്ലിംഗ് വർക്കൗട്ട് ചെയ്യിപ്പിച്ചു. ആൻഡ് എവറി 5 minutes അവർ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്തു. ആൻഡ് ഓഫ് കോഴ്സ് അവർ ബോഡി എക്സ്ട്രീം ലെവലിൽ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് അവരുടെ ബോഡി വെയ്റ്റ് വർക്കൗട്ടിന് മുമ്പും
വർക്കൗട്ടിന് ശേഷവും ചെക്ക് ചെയ്തു. ആൻഡ് ഒരു ആവറേജ് എല്ലാവർക്കും ഒരു 0.4 kg, that is almost 400 grams of weight loss was seen. But proper statistic calculations എടുത്ത് നോക്കിയപ്പോൾ അത് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ this weight loss was due to the water loss which happened during sweating and skin thickness and other methods വഴി അവരുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് മെഷർ ചെയ്തു. ആൻഡ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രീം ലെവൽ സ്വെറ്റ് ചെയ്തുകൊണ്ട് ബോഡി ഫാറ്റിൽ ഒരു ചേഞ്ച് വന്നിട്ടില്ല. ആൻഡ് ഇൻ ദിസ് റിസർച്ച്, സോ ഈ റിസർച്ച് കൊളംബിയയിലുള്ള കുറേ മെയിൽ സോക്കർ പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് നടത്തിയത്. സോ ദ പ്രോട്ടോകോൾ ഇൻ ദിസ് റിസർച്ച് വാസ് എവറി പ്ലെയർ വെയർ അലൗഡ് ടു ഡു ദ വർക്കൗട്ട് ഓർ ട്രെയിനിങ് സെഷൻ in almost 32 degrees Celsius of room temperature, and at the same time അവരെല്ലാവരും ആ ഒരു സറൗണ്ടിങ്ങിൻ്റെ ഹ്യൂമിഡിറ്റി ഒരു 79% വരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇവരെ വർക്കൗട്ട് ചെയ്യിപ്പിച്ചത്. ആൻഡ് ആസ് യൂഷ്വൽ ഈ പ്ലേയേഴ്സ് എല്ലാവരും നല്ല എക്സ്ട്രീം ലെവലിൽ സ്വെറ്റ് ചെയ്തു. ആൻഡ് അവരെല്ലാവരും സ്വെറ്റ് കോൺസെൻട്രേഷൻ ആൻഡ് ആ സ്വെറ്റിൻ്റെ അകത്തുള്ള സോൾട്ട്, ദാറ്റ് ഇസ് സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ ചെക്ക് ചെയ്തപ്പോൾ എന്താണ് കണ്ടെത്തിയെന്ന് വെച്ചാൽ, അതായത് കൂടുതൽ മസിലുള്ള ആൾക്കാർക്ക് സ്വെറ്റ് ചെയ്ത ടൈമിൽ കൂടുതൽ സോഡിയം റിലീസായി. സോ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഫറ്റീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ്സ് ബെറ്റർ ടു കൺസ്യൂം ഇലക്ട്രോലൈറ്റ്സ് വൈൽ ഡൂയിങ് വർക്കൗട്ട് ഇഫ് യു ആർ ഹാവിങ് ആൻ എക്സ്ട്രീം ലെവൽ ഓഫ് സ്വെറ്റിംഗ്. കാരണം നിങ്ങളുടെ ബോഡി ഫാറ്റ്, നിങ്ങളുടെ വർക്കൗട്ട്, നിങ്ങളുടെ സറൗണ്ടിങ് അതല്ലാതെ നിങ്ങളുടെ ജെനറ്റിക്സ് കാരണവും നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രീം ലെവൽ സ്വെറ്റ് ചെയ്യാം. സോ അത് നിങ്ങളുടെ പെർഫോമൻസിനെ ബാധിക്കും, നിങ്ങളുടെ എനർജീനെ ബാധിക്കും. സോ നിങ്ങൾക്ക് ഫറ്റീക്ക് വരാനുള്ള ചാൻസ് വളരെയധികം ഹൈ ആണ്. സോ നിങ്ങൾക്ക് ഇലക്ട്രോലൈറ്റ്സ് റീലോഡ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു കാര്യം കൂടെ ഈ റിസർച്ചിൽ നിന്ന് കണ്ടുപിടിച്ചു. സോ ഫ്രം ദിസ് ടു റിസർച്ച് ഇറ്റ് വാസ് കൺഫേം ദാറ്റ് extreme level sweating doesn't mean there is extreme level fat loss or anything. നിങ്ങൾക്ക് ചേഞ്ച് ആവുന്ന ബോഡി വെയിറ്റ് ഈസ് ഡ്യൂ ടു വാട്ടർ ലോസ്. നിങ്ങൾ വെള്ളം തിരിച്ച് കുടിക്കുകയാണെങ്കിൽ ആ വെയിറ്റ് തിരിച്ചു വരും. സോ കമ്മിങ് ടു അവർ തേർഡ് സെഷൻ, ദാറ്റ് ഈസ് ഓൾ ദ മിത്സ് ബ്രേക്കിംഗ് സെഷൻ. സോ ഫസ്റ്റ് തിങ് നമ്മൾ പറഞ്ഞു, എക്സ്ട്രീം ലെവൽ സ്വെറ്റിംഗ് ഡസൻറ്റ് മീൻ ദർ ഇസ് ഫാറ്റ് ലോസ്. ദ വെയിറ്റ് ലോസ് യു ആർ ഗെറ്റിംഗ് ഈസ് ഡ്യൂ ടു വാട്ടർ ലോസ് ഫ്രോം യുവർ ബോഡി. ആൻഡ് the same explanation will be the answer for multiple methods which you are trying to do for fat loss. Sauna belt, sweat jacket, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റീം ബാത്തൊക്കെ ചെയ്തിട്ട് നല്ല എക്സ്ട്രീം ലെവൽ സ്വെറ്റ് ചെയ്ത് നിങ്ങളുടെ ബോഡി ഫാറ്റ് കുറയുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, ഓൾ ദിസ് ഇസ് ടോട്ടലി ബുൾഷിറ്റ് ഇഫ് യു ആർ എയിമിങ് ഫോർ ഫാറ്റ് ലോസ്. കാരണം ദ സെയിം ബോഡി വെയിറ്റിൻ്റെ റിഡക്ഷൻ വരുന്നത് വാട്ടർ ലോസ് കാരണമാണ്. വെള്ളം തിരിച്ചു കുടിക്കുകയാണെങ്കിൽ ആ വെയിറ്റ് തിരിച്ചു വരും. ആൻഡ് ദ തേർഡ് മിത്ത്, ദാറ്റ് ഈസ് നിങ്ങൾക്ക് എക്സ്ട്രീം ലെവൽ സ്വെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത വർക്കൗട്ട് പ്രോപ്പർ അല്ലെന്ന് അർത്ഥം. നിങ്ങളുടെ ബോഡി നിങ്ങൾ മുമ്പത്തെ പോലെ പുഷ് ചെയ്യുന്നില്ല, ഇന്നത്തെ വർക്കൗട്ട് ഒട്ടും ഒപ്റ്റിമൽ ആയില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോട് പ്ലീസ്, പണ്ടത്തെ ഓൾഡ് സ്കൂൾ പോലെ എക്സ്ട്രീം ലെവൽ സ്വെറ്റ് ചെയ്തുകൊണ്ട് എക്സ്ട്രീം ഇൻറ്റൻസിറ്റി ആവണമെന്നില്ല. Intensity of the workout is only depending upon the weight you are lifting and the workout you are doing. അല്ല, നിങ്ങൾ സ്വെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ വർക്കൗട്ട് ഇൻറ്റൻസിറ്റിയും തമ്മിൽ യാതൊരു ബന്ധമില്ല. ആ ഒരു വിശ്വാസം മാറ്റി വയ്ക്കേണ്ട ടൈമായി. സോ ഐ ഹോപ്പ് ദാറ്റ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ഫോർ യു. മേക്ക് ഷുവർ ടു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ട്രൈ ടു ജോയിൻ അവർ കമ്മ്യൂണിറ്റി ബൈ സബ്സ്ക്രൈബിംഗ് ടു അവർ ചാനൽ. സോ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം. Till then, it's Strengthoscope. Let's go.